ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നന്ദനൻ്റെ വീട്ടുകാർ നന്ദൻ്റെ വീട്ടുകാർ വന്ന രീതി എന്നാൽ സ്റ്റോർ റൂം വഴിയാണ്. മറ്റേപോലെ അല്ല, ഒരു വെറൈറ്റി രീതിയിൽ ഡിഫറൻറ്റ് രീതിയിലാണ് ഒരു ബിഗ് ബോസ് കൊണ്ടുവരാൻ നോക്കി. സ്റ്റോർ റൂം വഴിയാണ്. ആ സ്റ്റോർ റൂമിൽ കയറാൻ അനുവാദമുള്ളത് ക്യാപ്റ്റന് മാത്രമാണ്. അപ്പോൾ ഒരു ബെല്ലടിച്ചിട്ടുണ്ടായി. അപ്പോൾ ക്യാപ്റ്റൻ സാധാരണ സ്റ്റോർ റൂമിൽ പോണ പോലെ പോയി നന്ദൻ്റെ വീട്ടുകാരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര സന്തോഷമായിരുന്നു കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം നന്ദനൻ്റെ വീട്ടുകാർ അപ്പോൾ പുറത്തെ ആ ഗാർഡൻ ഏരിയ കാണിക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയി. ആ ഗ്യാപ്പിൽ വന്നിട്ട് ജാസ്മിന് ജിൻഡോയും കൂടി പൊരിഞ്ഞടി. എന്താ വെച്ചാൽ ജാസ്മിൻ പറഞ്ഞത്, എൻ്റെ വീട്ടുകാരെന്തിനാണ് നിങ്ങൾ പറയുന്നത്, എൻ്റെ വീട്ടുകാർ മേലാൽ പറഞ്ഞു പോകുന്നത്, എൻ്റെ വായിന്നുള്ള കേൾക്കും എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ സിജുവും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, സിജു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോട്ടം നോക്കി, പിന്നെ സിജുവിനെ കുറിച്ച് മീഡിയയിലില്ല. സിജു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോൾ വാപ്പാൻ്റെ നിന്ന് ഒരടി, ഉമ്മാൻ്റെ നിന്ന് വേറടി, അനിയൻ്റെ വേറടി പൊന്നു എന്നൊക്കെ പറഞ്ഞ് സിജു പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, അത് എപ്പിസോഡിൽ വരുമായിരിക്കും. ലൈവിലൊന്നും കാണിച്ചിട്ടില്ല ജിൻഡോ പറഞ്ഞത്. ജാസ്മിൻ ജിൻഡോനെതിരെ വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഇത്രയും അവർ പറയാൻ കാര്യം എന്താ, ആരെ കാരണമാണ്? ജാസ്മിൻ എന്നൊരാളെ കാരണമാണ് അവരത്രയും പറയണത്. ലോകമെമ്പാടും എത്ര പേര് ജാസ്മിൻ്റെ ഫാമിലീനെ ചീത്ത പറയാണ്, ജാസ്മിനെ ചീത്ത പറയാണ്. കാരണം ആരാണ്? ജാസ്മിൻ ഉണ്ടാക്കി വെച്ച പുലിവാല് കാരണമല്ല അവരങ്ങനെ പറയണത്. ഒന്നാമത്തെ ഒരു ഫാമിലി നമ്മൾ പറയാൻ പാടില്ല ഒരാളെ കുറിച്ച്, അവർ ദേഷ്യം പിടിക്കും. പിന്നെ അത് ഉണ്ടാക്കാൻ കാരണം ആരാണ്? ജാസ്മിൻ തന്നെ. എന്തിന് ഈ ഗബ്രിൻ്റെ ഫോട്ടോ നോക്കി എന്ത് കരച്ചിലാണ് അല്ല ജാസ്മിൻ്റെ കരച്ചിട്ട് അവളെ ഭർത്താവ് എന്തോ ഗൾഫിലാ മരിച്ചു പോലെ വർത്താനം കണ്ടാൽ. അതിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജനിച്ച മൂലം കാണുന്ന ആൾക്കാരുണ്ട്, കൂടപ്പറപ്പുകാരുണ്ട്. എന്നിട്ട് അവരുടെ ഫോട്ടോ നോക്കി കരയേണ്ട. 3 മാസം കമ്പനിയുള്ള ഒരാളുടെ ഫോട്ടോ നോക്കി കരയുക, അവർ നടക്കുന്ന വിശേഷങ്ങൾ പറയുക, സങ്കടങ്ങൾ പറയുക, സന്തോഷം പറയുക. ഒരുമാതിരി ദൈവത്തിന് ഫോട്ടോ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഓവർ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഓവറാണ്. ജാസ്മിൻ ഒറ്റവത്തി കാരണം ആ എന്ന് വെച്ചാൽ ജിൻഡോക്കും സിജോക്കും അത് ഓപ്പണാക്കി പറയാൻ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമേ അവർ പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ സെയിം ഒപ്പീനിയൻ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ അവർ പുറത്ത് പറയണമെന്നുള്ളൂ തല്ലുടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം ജിൻഡോനായിട്ടാണ് കാര്യം വന്നത്. അപ്പം ജിൻഡോ മിണ്ടാണ്ടൊക്കെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ജിൻഡോയും കയറി മെക്കിട്ട് വെച്ചാൽ ഈ ജാസ്മിൻ കുറേ പറഞ്ഞപ്പോൾ ജിൻഡോ ഒക്കെ സഹിച്ചില്ല. ജിൻഡോ കുറച്ച് കേട്ടിരുന്നു. പിന്നെ ജിൻഡോ സഹിക്കണ്ടപ്പോൾ ജിൻഡോയും പറഞ്ഞു, നീ ആരാടി, നീ പോടി, നീ അപ്പം എന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്, എന്നെ കാക്കയെന്നോ മറ്റെന്നൊക്കെ വിളിക്കും, ഞാൻ പറയാറുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ. ജിൻഡോ തിരിച്ചങ്ങോട്ട് കയറി പൊരിഞ്ഞടിച്ചങ്ങോട്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ജാസ്മിന് ജിൻഡോ പ്രശ്നമുണ്ട് അങ്ങോട്ട്.